അഫ്താബ്, ഇനിയിപ്പോൾ ജനുവരി 15-നാണ് പരിഗണിക്കുക. അന്നെങ്കിലും ഒരു മോചന ഉത്തരവിനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, സാധാരണ രീതിയിൽ സൗദിയിൽ ഏതെങ്കിലും ഒരു പ്രതിക്ക് വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ആ വധശിക്ഷ റദ്ദാക്കുക എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധാരണ രീതിയിലുള്ള പ്രൊസീജിയർ ആണ്. എന്ന് വെച്ചാൽ അത്തരം വധശിക്ഷകൾ റദ്ദാക്കണമെങ്കിൽ സൗദിയിലെ ഓരോ വകുപ്പുകളുടെയും അനുമതി ആവശ്യമാണ്. അത്തരത്തിലുള്ള അനുമതികളെല്ലാം തന്നെ റഹീമിന്റെ കേസുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് റിയാദിലെ നിയമസഹായ സമിതി പറയുന്നത്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട കടമ്പ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു കൊലപാതക കേസാണ്. മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം തന്നെ റഹീമിന് എതിരായി നിന്നിരുന്നൊരു കേസാണ്. അത്തരം കേസുകളിൽ കോടതി വിശദമായി ഈ കേസുകൾ പരിഗണിച്ചു മാത്രമേ അതിൽ തീർപ്പാക്കുകയുള്ളൂ. റഹീമിന്റെ വിഷയം എന്ന് പറയുന്നത് കേരളത്തിൽ ഉൾപ്പെടെ വലിയ വിവാദവും ഒപ്പം തന്നെ ചർച്ചാ വിഷയമായ ഒരു കേസായതുകൊണ്ട് അത് ഓരോ തവണയും വാർത്തയാകുന്നതാണ് ഈ വിഷയത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് സൗദിയിൽ നടക്കുന്ന ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ ഇത്തരം പ്രൊസീജിയറുകൾ സാധാരണഘട്ടത്തിൽ ഓരോ തവണയും കടന്നു പോകുന്നതുമാണ്. കാരണം ഇത് കൊലപാതക കേസായിരിക്കുക, ഒപ്പം തന്നെ മെഡിക്കൽ റിപ്പോർട്ടുകൾ പ്രതിക്ക് എതിരായിരിക്കുക. ഇത്തരം സാഹചര്യങ്ങളിൽ കോടതി ഇത് വിശദമായി പരിഗണിച്ചു മാത്രമേ പുറത്തേക്ക് പ്രതികളെ വിടുകയുള്ളൂ. കാരണം ഇത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒത്തുതീർപ്പ്, നേരത്തെ പണം കൈമാറി എന്ന് പറയുന്ന വിഷയം പോലും, ഇത്രയും കോടികൾ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് കൈമാറി എന്ന് പറയുന്നത് പോലും ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഇടപാടാണ്. അതിൽ കോടതിക്ക് യാതൊരു പങ്കും ഈ വിഷയത്തിലില്ല. അതുകൊണ്ട് തന്നെ കോടതി ഇതിൽ പരിഗണിക്കുക ഇവർ കാശ് കൊടുത്ത് ഇത് സെറ്റിൽമെന്റ് ആക്കിയോ എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതൊരു പൊതുസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയം കൂടിയാണ്. കാരണം രാജ്യത്തെ ഒരു പൗരനെ വധിക്കുക എന്നത് പൊതുസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് കോടതി അതിന്റെ എല്ലാ വിഷയങ്ങളും പരിഗണിച്ചു മാത്രമേ കൊലപാതക കേസുകളിൽ പ്രതികളെ പുറത്തേക്ക് വിടാറുള്ളൂ. അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ വിഷയം. അതായത് സൗദിക്കകത്ത് നേരത്തെ വധശിക്ഷ കുടുംബം നൽകിയിട്ട് പോലും സർക്കാർ വധശിക്ഷ നടപ്പാക്കിയ കേസുകൾ സൗദിയിലുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ വിശദാംശങ്ങളും പഠിച്ചു മാത്രമേ കോടതിക്ക് ഇതിൽ തീർപ്പെടുക്കാൻ പറ്റുള്ളൂ. മാത്രവുമല്ല ഇത് 18 വർഷത്തോളമായി നിലനിൽക്കുന്ന 18. ശരി അഫ്താബ്, ടെലിഫോൺ ലൈൻ കട്ടായിട്ടുണ്ട്. എന്തായാലും വാർത്തയുടെ വിവരങ്ങൾ എങ്ങനെയാണ്? സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും. കേസ് മാറ്റിവെച്ചിരിക്കുന്നു. ജനുവരി 15-ലേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത്. കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത്.